ബി ഗണേഷ് കുമാർ എനിക്ക് 5000 പ്രണയമെന്ന് പറഞ്ഞ ആ ദിവസം കലിപ്പിൽ പറഞ്ഞ അന്ന് പിറ്റേ ദിവസം രാത്രി എന്റെ ഫോണിൽ ഒരു പയ്യൻ എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. ഹാഷ്മി ചേട്ടനല്ലേ? ഞാൻ പറഞ്ഞു അതെ. ചേട്ടാ നിങ്ങൾ KB ഗണേഷ് കുമാറിനെതിരെ ശക്തമായി പ്രതികരിക്കണം, ഇൻട്രോ അടിക്കണം. ഞാൻ എന്ത് പറ്റി? അല്ല പുള്ളി 5000 പ്രണയമുണ്ട്. ഞാൻ പറഞ്ഞു പുള്ളിയുടെ പ്രണയങ്ങളല്ലേ? അതല്ല ചേട്ടാ, പ്രണയമില്ലാത്ത ഒരു പൊട്ടന്മാരാന്ന് പുള്ളി പറഞ്ഞു. ഞാൻ കുറെ നാൾ നടന്നു, എനിക്കൊരു പ്രണയം പോലും ഞങ്ങളെ പോലുള്ള സിംഗിൾസിനെ പുള്ളി അധിക്ഷേപിക്കുകയാണ് എന്ന് ഇവ സീരിയസ് ആയിട്ട് പറയാ. ഞങ്ങൾ എന്നെ ആക്കാൻ പറയാം. അല്ല, അവ സീരിയസ് ആയിട്ട് പറയാണ്. പറഞ്ഞാൽ അതിനെ ആ രീതിയിൽ 5000 ഇപ്പൊ പ്രണയമുള്ളവർ മിടുക്കന്മാരില്ലാത്ത പൊട്ടന്മാരെന്ന് പറയുമ്പോൾ 5000 പ്രണയം പ്രശ്നമല്ലാതിരിക്കുകയും ആ വാക്ക് പ്രശ്നമാക്കുന്ന രീതിയിലേക്ക് പുതിയ തലമുറ മാറുകയും കാലം മാറുകയും ചെയ്യുന്നൊരു ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാണ്, വഴിനീള നടന്ന് വ്യഭിചരിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ എന്ന് പറയാണ്. ആ വാക്യത്തെ പ്രശ്നമുള്ള വാക്കാണെന്ന് പറഞ്ഞാൽ പോലും ആ പറഞ്ഞ സോക്കോൾഡ് വാക്ക് നിയമപ്രകാരം ഇപ്പോൾ ഇവിടെ രാജ്യത്തിന്റെ നിയമപ്രകാരം നിയമവിരുദ്ധമായ സംഗതിയല്ല. പരസ്പര സമ്മതമാണെങ്കിൽ അതൊരു പണിയല്ല. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിൽ ലാഭം ഒരു ഭാഗത്തുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. ഉപയസമ്മത പ്രകാരം അല്ല ആഷ്മി, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു ധാർമ്മികത അല്ലെ ധാർമ്മിക സങ്കല്പങ്ങൾ, ഈ ധാർമ്മിക സങ്കല്പങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള സ്വകാര്യ ബന്ധങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. എസ് കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതായിരുന്നു. ഇപ്പൊ കോടതി പ്രകാരം അല്ലെങ്കിൽ അങ്ങനെ നിയമവിരുദ്ധം അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്, നമ്മൾ ജീവിക്കുന്ന ഒരു വാല്യൂ സിസ്റ്റത്തിലാണ്. അതിന് ചില ചട്ടക്കൂടുകൾ ഉറപ്പായും ഉണ്ട്. അതിന് എന്ത് പുരോഗമനം വന്നാലും ആ ചട്ടക്കൂടുകൾ പൊളിഞ്ഞു പോകാൻ പോകുന്നില്ല. ആ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ എന്താണ് വഴിനീളം നടന്ന ഈ പരിപാടി നടത്തിയെന്ന് പറഞ്ഞാൽ സമൂഹം സമ്മതിക്കില്ല. 5000 പ്രണയമുണ്ടെന്ന് പറയട്ടെ. 5000 പ്രണയം എന്ന് പറഞ്ഞത് ആൾക്കാർക്കിടയിൽ ഉറപ്പായും അതൃപ്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ പറയുന്ന മതങ്ങൾ പല സംസ്കാരങ്ങളൊക്കെ ചേർന്ന ഒരു ബോണ്ടിനാണ്. അത് കുറച്ചു പേർ മാറി എന്ന് ഞങ്ങൾ പുരോഗമനം എന്ന് പറഞ്ഞിട്ട് അത് കാര്യമില്ല. ആ സമൂഹത്തിൽ ജീവിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് 5000 പ്രണയമുണ്ടെന്ന് പറഞ്ഞില്ല. ഈ 5000 പ്ലസ് ഇപ്പുറത്തെ ആൾ ഗണേഷ് കുമാർ 5001. ഈ 5001 പേർക്ക് മൊത്തം പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രണയമില്ലാത്ത പൊട്ടന്മാരെന്ന് പറഞ്ഞില്ലേ? 5000 പ്ലസ് 5001. ഞാൻ ചോദിക്കുന്നത് പ്രണയമില്ലാത്ത പൊട്ടന്മാരെന്ന് പറഞ്ഞില്ല. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം കേട്ടുകൊണ്ടിരുന്ന ഈ വാർത്താ ലേഖകർ അവർ ഒരു സെക്കൻഡ് നിശബ്ദമായി കാണാൻ സാധ്യതയുണ്ട്. വരുന്നതല്ലേ ഈ വിഭാഗത്തില് ഇത് ചോദിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. 5000 പ്രണയം എന്താ ആർക്കും കുഴപ്പമൊന്നും. നമ്മൾ ജീവിക്കുന്ന സമൂഹം അത് ശരിയെങ്കിലും തെറ്റെങ്കിലും ഭാര്യ ഭർത്താവ് ഒരു കുടുംബം, ആ കുടുംബത്തിൽ വഞ്ചന പാടില്ല എന്നൊക്കെയുള്ള ചില വാല്യൂ സിസ്റ്റത്തിൽ ജീവിക്കുന്ന സമൂഹമാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. വാല്യൂ സിസ്റ്റം അല്ല, അത് മാറിയിട്ടില്ല. ഈ വാല്യൂ സിസ്റ്റങ്ങളെ വേണ്ട. കുടുംബത്തിൽ പരസ്പരമുള്ള ഈ പറയുന്ന സ്നേഹം അല്ലെങ്കിൽ പരസ്പരമുള്ള വിശ്വാസം അല്ലെ വഞ്ചന ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധങ്ങൾ പലതുണ്ടാവുക എന്നത് കുഴപ്പമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. ചെറിയത് അതായത് മൊണിക്ക ലെവിൻസ്കി ബിൽ ക്ലിന്റൺ ഇഷ്യൂ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അക്കാലത്ത് കേരളത്തിലൊക്കെ അത് ബിൽ ക്ലിന്റൺ ചെയ്തൊരു വലിയ അപരാധവും തെറ്റുമായിരുന്നു. അമേരിക്കൻ സമൂഹത്തെ സംബന്ധിച്ച് ബിൽ ക്ലിന്റന് നേരെ ഉയർന്നു വന്ന ഒരേ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു, അദ്ദേഹം നുണ പറഞ്ഞു. അമേരിക്കൻ സമൂഹത്തോട് നുണ പറഞ്ഞു എന്നാണ്. അത് അമേരിക്കയുടെ അന്നത്തെ വാല്യൂ സിസ്റ്റമാണ്. ഞാൻ പറയുന്നത് ഈ കുടുംബം എന്നൊക്കെ നമ്മളിപ്പോ ഈ പറയുന്ന കുടുംബത്തിന് പുതിയ നിർവചനങ്ങൾ വരികയാണ്, പുതിയ വ്യാഖ്യാനങ്ങൾ. ഞാൻ പറയുന്നത് അങ്ങനെ ആവട്ടെ, നല്ല കാര്യം. പക്ഷെ നമ്മൾ അത്രയും പുരോഗമിച്ചിട്ടില്ല. അല്ല, സമൂഹത്തെ കുറിച്ചാണ്. ഈ സമൂഹത്തിൽ ഇതൊക്കെ എല്ലാ കാലവും ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നതും പുരാണങ്ങൾ തൊട്ട് നമ്മൾ ഇങ്ങോട്ട്. അല്ല ദിലീപേട്ടാ, എനിക്ക് 5000 പ്രണയം തുറന്നു പറയാൻ ആയോ? അല്ല ദിലീപേട്ടാ, അപ്പൊ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അല്ല ഞാൻ പഴയ ഞാൻ പറയുന്നതാണ്. അല്ലല്ല ആഷ്മി, ഞാൻ പറയുന്നതാണ്. 5000 പ്രണയം ഉണ്ടെന്ന് തുറന്നു പറയാൻ അതാണല്ലോ പ്രശ്നം. രഹസ്യമാക്കി വെച്ചാൽ കുഴപ്പമില്ല, പറഞ്ഞാലാണ് അതാണ് പ്രശ്നം. ദിലീപ് എല്ലാ കാലത്തും ഒക്കെ ഉണ്ട്. എല്ലാ കാലത്തും ഈ പറയുന്ന പല ബന്ധങ്ങളും എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ എനിക്ക് 5000 ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് പരസ്യമാക്കി അത് സമൂഹത്തിന്റെ അംഗീകാരം നേടുന്ന ഒരു സോഷ്യൽ ടാബുവിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എത്തട്ടെ, ഒരു കാലത്ത് എത്തട്ടെ. അത് സോഷ്യൽ ടാബു നമ്മളതിലേക്ക് എത്തിയിട്ടില്ല. എത്തുന്ന കാലത്ത് ഈ പറയുന്ന രീതിയിൽ അത്തരത്തിൽ രാഷ്ട്രീയ ജീവിതവും സ്വകാര്യ ജീവിതവും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് എത്തട്ടെ. എത്തുന്നതുവരെ അത് പാലിക്കാൻ സമൂഹം ഈ രാഷ്ട്രീയ പ്രവർത്തകർ നിർബന്ധിതമാക്കുന്നുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.